الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل وسلم وبارك على نبينا محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായത്, അതല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായത്, ആദ്യം എടുത്തു പറയേണ്ട രണ്ട് അനുഗ്രഹങ്ങളാണ് വിശുദ്ധ ഖുർആനും ആ ഖുർആനുമായി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. നബിയെ പറയണം, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും, വബിറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും കാരുണ്യം കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫബിദാലിക ഫൽയഫ്റഹൂ, അപ്രകാരം നിങ്ങൾ സന്തോഷിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് ഒരുപാട് റിപ്പോർട്ടുകളെ ഒരുമിച്ച് ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ അല്ലാഹുവിന്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. ഇതാണ് മഹാഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടത്. മുഫസ്സിറുകളിൽ നിന്ന് അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടതും ഈ അഭിപ്രായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഖൈറായത് അതാണ്. അതായത് നമ്മൾ ഈ ദുനിയാവിൽ സമ്പാദിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിൽ ഏറ്റവും വലിയ ഖൈർ, ഏറ്റവും നല്ലത്, നമ്മൾ നേടിയെടുക്കുന്ന സമ്പാദ്യത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ ഫദ്ലാകുന്ന ഇസ്ലാമും അല്ലാഹുവിന്റെ കാരുണ്യമാകുന്ന ഖുർആനുമാണ്. ഇനി ഈ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു നൽകാൻ, അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് അയച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ റഹ്മത്തിൽപ്പെട്ടതാണ്. ഖുർആൻ മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. തീർച്ചയായും അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അവർക്ക് നാം അയച്ചുകൊണ്ട് വിശ്വാസികളുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ അല്ലാഹു അനുഗ്രഹിച്ചത് ഒരു റസൂലിനെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ്. ആരിൽ നിന്നാണ് റസൂല്? അവരിൽ നിന്ന് തന്നെയാണ് റസൂലുള്ളത്. ആ റസൂലിന്റെ ദൗത്യം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യത്ലു അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ വചനങ്ങൾ അവരുടെ മേൽ ഓതിക്കൊടുക്കുകയും, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആ റസൂല്.
വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ റസൂൽ വന്ന സമൂഹം തീർച്ചയായും അവർ വഴികേടിലായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനും അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു നമുക്ക് നൽകിയ രണ്ട് നിഅമത്തുകളാണ്, രണ്ട് അനുഗ്രഹങ്ങളാണ്. മറ്റൊരിടത്ത് റസൂലിനെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം പഠിപ്പിച്ചു തന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമസ്കരിക്കാൻ പഠിപ്പിച്ചത് റസൂലാണ്, സകാത്ത് കൊടുക്കാൻ പഠിപ്പിച്ചത് റസൂലാണ്, നോമ്പ് എങ്ങനെ എടുക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഹജ്ജ് എങ്ങനെ ചെയ്യണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. ഹജ്ജിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നിയുക്തനാകുന്നതിന് മുമ്പ് അറേബ്യയിൽ ഹജ്ജുണ്ട്, അവിടെ തവാഫുണ്ട്, അറഫയുണ്ട്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച രൂപത്തിലായിരുന്നില്ല അവർ ഹജ്ജ് ചെയ്തത്. അവർക്ക് ആ ഹജ്ജിനെ ഇബ്രാഹിം നബി എങ്ങനെയാണോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹജ്ജ് ചെയ്തത് അത് കാണിച്ചു തരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അറഫയിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവരെ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതിന് പകരം അവരവരുടെ പൂർവ്വ പിതാക്കന്മാരെ സ്മരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് തിരുത്തി നിങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കണമെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല ഖുറൈശികൾ അവരെ അറഫയിലേക്ക് പോകില്ല, അവർ അറഫയുടെ പുറത്ത്, അതായത് ഹറമിൽ നിൽക്കും. അറഫ ഹറമിന്റെ പുറത്താണ്. അപ്പോ ഹജ്ജിന് വരുന്ന വിദേശികളൊക്കെ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോ മക്കയിലെ ഖുറൈശികൾ മുസ്ദലിഫയുടെയും അറഫയുടെയും ബോർഡറിൽ നിൽക്കുന്ന, എന്നിട്ട് പറയും ഞങ്ങള് അള്ളാന്റെ വീടിന്റെ ആളുകളാണ്, ഞങ്ങൾ ഈ ഒരു ഹറം വിട്ടു വരൂല എന്ന് പറയും. ഇങ്ങനെ ഒരു ധാരണ ഖുറൈശികൾക്കും മക്കക്കാർക്കും ഉണ്ടായിരുന്നു. അത് തിരുത്താനാണ് ഖുറൈശികളിൽ നിന്ന് തന്നെ അള്ളാഹു തെരഞ്ഞെടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് അത് തിരുത്തിച്ചത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുസ് സ്വാലിഹാത്തുകളും നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ സ്നേഹിക്കേണ്ടത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാൾ വിശ്വാസിയാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രിയമുള്ളവനാകുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല. അപ്പൊ നമുക്ക് ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. സ്വഹാബത്തിന് അങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്, അൻ-നബിയ്യു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് ഏറ്റവും അടുത്തവനാണ്, മിൻ അൻഫുസിഹിം, സ്വന്തത്തേക്കാൾ, ജീവിതത്തിൽ താൻ കുടിക്കുന്ന ദാഹജലത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ നബിയെ സ്നേഹിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിപ്യന്റെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നത്. അലി റളിയല്ലാഹു പറയാണ്, ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതലല്ല, ഞങ്ങളുടെ സ്വന്തത്തേക്കാൾ കൂടുതലല്ല, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതലല്ല, ഞങ്ങൾ ദാഹം വരുമ്പോൾ കുടിച്ചിരുന്ന ദാഹജലത്തേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നാണ്. സ്നേഹത്തിന്റെ അളവിന്റെ ആഴം അത് എത്രത്തോളമാണെന്ന് പറയാനാണ് അദ്ദേഹം മക്കളെയും മാതാപിതാക്കളെയും മുഴുവൻ മനുഷ്യരെയും പറഞ്ഞിട്ട് അവസാനം ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളത്തെ പോലും എടുത്തുദാഹരിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും? ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ റസൂലിനെ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? നമുക്കറിയാം, നാം ഓരോരുത്തരും ചൊല്ലിയ ഷഹാദത്ത് കലിമകളുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലും അടിമയുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, സത്യപ്പെടുത്തുന്നു എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. അവിടെ നമ്മൾ അശ്ഹദു അന്ന മുഹമ്മദൻ
അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലും അടിമയുമാണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഉലമാക്കൾ വിശദീകരിച്ചു 4 കാര്യങ്ങളാണ്. അതിലൊന്ന് ത്വാഅതുഹു ഫീമാ അമറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നമ്മളോട് കൽപ്പിച്ചുവോ അത് അനുസരിക്കലാണ് ഷഹാദത്ത് കലിമയുടെ ഒന്നാമത്തെ പൂർത്തീകരണം. രണ്ടാമത്തേത് വതസ്ദീഖുഹു ഫീമാ അഖ്ബറ. റസൂൽ എന്ത് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ, എന്ത് നമ്മളോട് അറിയിച്ചു നൽകിയിട്ടുണ്ടോ അത് സത്യപ്പെടുത്തണം. ഒരു കാര്യം റസൂൽ നമ്മളോട് പറയാണ്, അത് സത്യപ്പെടുത്തണം, അത് ശരിയാണെന്ന് വിശ്വസിക്കണം. മൂന്നാമത്തേത് വജിതിനാബു മാ നഹാ അൻഹു വസദറ. പ്രവാചകൻ എന്തൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞോ അതൊക്കെ ഉപേക്ഷിക്കണം. വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയ രൂപത്തിലല്ലാതെ മതത്തിൽ ഒരു ആരാധനാ കർമ്മം ചെയ്യാൻ പാടില്ല. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് തന്നെ. ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് റസൂൽ കാണിച്ചു തരാനാണ് പ്രവാചകനെ അല്ലാഹു നമ്മളിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ 4 കാര്യം, ഒന്ന് റസൂലിനോടുള്ള അനുസരണമാണ്, 2 റസൂലിനെ സത്യപ്പെടുത്തലാണ്, 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതൊക്കെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കലാണ്, 4ാമത്തത് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ സുന്നത്ത് മുറുകെ പിടിക്കണം. നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ത്വാഅതുഹു ഫീമാ അമറ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇവിടെ ഉണ്ട്, ഖുർആൻ ഇവിടെ ഉണ്ട്, പ്രവാചകന്റെ അധ്യാപനങ്ങളുണ്ട്, റസൂലിന്റെ കൽപ്പനകളുണ്ട്. ഇത് അനുസരിക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് റസൂലിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. റസൂലിനെ സ്നേഹിച്ചു എന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ് അനുസരണം. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ധാരണ എന്താണ്? എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്, അതിൻ്റെ ഒരു പ്രകൃതി നിയമമാണ്. ഒരാളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അയാളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ. നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. എത്രത്തോളം? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റസൂലിനെ പിൻപറ്റലാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നതിന്റെ അടയാളമായി പറഞ്ഞതും റസൂലിനെ പിൻപറ്റലാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്. ആരാണോ എന്നെ അനുസരിച്ചത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ അഹ്സാനി, ആരാണോ എന്നെ ധിക്കരിച്ചത് ഫഖദ് അസല്ലാഹ്, അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു. നോക്കൂ പ്രിയപ്പെട്ട, എത്ര സിമ്പിൾ ആണ് കാര്യം, എത്ര ലളിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മെ അറിയിക്കാൻ വന്നൊരു ദൂതനാണ്. ആ റസൂലിനെ അനുസരിച്ചാൽ നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ചിട്ടുണ്ട്. ആ റസൂലിനെ സ്നേഹിച്ചാൽ നമ്മൾ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട്. ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം പോലും റസൂലിനെ പിൻപറ്റലാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അനുസരണം എന്നത് സ്നേഹത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്, ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു. നീ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ലഅതഅതഹു, നീ അവനെ അനുസരിച്ചിട്ടുണ്ടാകും തീർച്ചയായും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഅ. തീർച്ചയായും സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കുന്നവനാകുന്നു അവൻ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഖൗലാണ്. അപ്പൊ നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഏത് കാര്യത്തിലും, ജീവിതത്തിലെ ഏത് കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്, റസൂൽ എന്താണ് കാണിച്ചത്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ റസൂലിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ റസൂലിന്റെ സുന്നത്ത് നമ്മൾ പാലിക്കുന്നുണ്ടോ? വാഹനത്തിൽ കയറുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അങ്ങനെ ഓരോ സമയത്തും നമ്മൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ നമ്മളാണ് പ്രവാചക സ്നേഹി. അത് അതിന്റെ അടയാളമാണ്. രണ്ടാമത്തെ കാര്യം സത്യപ്പെടുത്തലാണ്. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നമുക്ക് അറിയിച്ചു തന്നത് അതൊക്കെ നമ്മൾ വിശ്വസിക്കാം. അതിൽ ഉദാഹരണം പറയാൻ പറ്റുന്ന 2 ആളുകളെ നമുക്കിവിടെ എടുക്കാം. 2 ആളുകളെ, ഒരുപാട് ആളുകൾ എടുക്കണ്ട. സ്വഹാബാക്കളെ മുഴുവൻ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല.
ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അബൂബക്കർ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ സിദ്ദീഖ് എന്ന് പറയുന്ന നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാർത്തി കൊടുത്തതാണ്. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ പോയി. അവിടെ നിന്ന് 7 ആകാശത്തിനപ്പുറത്ത് നരകവും സ്വർഗവും കണ്ട് തിരിച്ചു വന്നു. ഈ ഇസ്രാ മിഅ്റാജ് ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആദ്യം അത് മുഹമ്മദാണ് പറഞ്ഞതെങ്കിൽ അത് സത്യമായിരിക്കുമെന്ന് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയൂല അന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. മസ്ജിദുൽ അഖ്സയുടെ ആ വാതിൽ എവിടെയാണ്, അത് ഏത് വശത്താണ്, ഏത് ദിശയിലാണ്? പോയി മസ്ജിദുൽ അഖ്സ കണ്ടവർ, ഫലസ്തീൻ കണ്ടവർ നബിയെ ചോദ്യം ചോദിച്ച് ടെസ്റ്റ് ചെയ്യാൻ വന്നു. നബി എല്ലാത്തിനും കൃത്യമായി മറുപടി കൊടുത്തു. അവർക്ക് മനസ്സിലായി പ്രവാചകൻ കളവല്ല പറയുന്നത്. ഇതിനാദ്യം സത്യപ്പെടുത്തിയ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ വ്യക്തി പ്രവാചകന്റെ പത്നി പ്രിയപ്പെട്ടവൾ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, എന്നെ ജനങ്ങളൊക്കെ അവിശ്വസിച്ചപ്പോൾ തീർച്ചയായും എന്നെ അവൾ വിശ്വസിച്ചു. ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോൾ അവളാണ് എന്നിൽ വിശ്വസിച്ചത്. പിന്നീട് പറയുകയാണ്, അവൾ അവൾ എന്നെ സത്യപ്പെടുത്തി. ജനങ്ങളൊക്കെ എന്നെ ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ അവളാണ് എന്നെ സത്യപ്പെടുത്തിയത്. പ്രവാചകൻ ഖദീജ ബീവിയുടെ മഹത്വം പറയാണ്. അതിലാദ്യം പറഞ്ഞ 2 കാര്യം, എന്നിൽ വിശ്വസിച്ചു, അതേപോലെ തന്നെ എന്നെ സത്യപ്പെടുത്തി എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും പ്രത്യക്ഷത്തിൽ എതിരാകുന്ന പലതും ഉണ്ടാകും. ഇന്ന് പലരും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ദീനിനെ എടുത്ത് പൊതുജനത്തിൽ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ എന്തൊക്കെ കഥകളാണ് ഇസ്ലാം പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു എന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു ഹദീസ് ഉണ്ടോ, ഖുർആനിന്റെ ആയത്തുണ്ടോ എങ്കിൽ നമ്മൾ ആ കാര്യം സത്യപ്പെടുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ഏറ്റവും കൂടുതൽ ബിസിനസ് യാത്രകൾ നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഗുണപാഠം നൽകുന്ന ഒരു ചരിത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. അപ്പൊ നമുക്ക് റസൂൽ എന്ത് അറിയിച്ചു തന്നിട്ടുണ്ടോ അത് റസൂലാണോ പറഞ്ഞത്, അത് ഉറപ്പായിരിക്കും. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തത്. ആ 40 വയസ്സുവരെ മക്കക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നബി കളവ് പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല. ഹിർഖൽ ചക്രവർത്തിയുടെ മുമ്പിൽ അബൂ സുഫിയാൻ എന്ന അന്നത്തെ മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് കടന്നു ചെന്ന് നിൽക്കുമ്പോ ഹിർഖൽ ചോദിക്കുന്നുണ്ട്, ആ വ്യക്തി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? അന്ന് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ സുഫിയാൻ പറയുകയാണ്, റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ വ്യക്തി ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. നോക്കണം നമ്മള്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ അള്ളാഹു വളർത്തിയെടുത്ത് 40 വയസ്സെത്തിയപ്പോൾ പ്രവാചകനായി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ അയക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയൂല. കാരണം ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത വ്യക്തിയാണ്. അപ്പൊ നമുക്ക് റസൂലിൽ വിശ്വസിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും പല ഭരണാധികാരികളുടെ മുന്നിൽ സമ്മതിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ആ റസൂൽ ഒരിക്കലും ജീവിതത്തിൽ നുണ പറയൂല. റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ സത്യപ്പെടുത്തും. ഇതാണ് ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ പോയിന്റ്. ഒന്നാമത്തത് അനുസരണമാണ്, രണ്ടാമത്തത് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ അറിയിച്ചോ അത് സത്യപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ എന്തൊക്കെയാണോ വജിതിനാബു മാ നഹാ അൻഹു വസജർ, നബി എന്തൊക്കെ വിരോധിച്ചോ ആ ജീവിതത്തിൽ നിന്ന് മാറ്റണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, ആ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, ആ റസൂൽ നിങ്ങളോട് എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അത് പാടെ നിങ്ങൾ ഫൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു.
ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശക്തമായി അല്ലാഹു ശിക്ഷിക്കുന്നവനാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഉദാഹരണത്തിന് പറയാം, പുകവലി ഹറാമാണ്, പലിശ ഹറാമാണ്. ഇതൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ആളുകളാണ്. സമൂഹത്തിൽ വൻ പാപങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വൻ പാപങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനെ പൊതുസമൂഹം നോർമലൈസ് ചെയ്തപ്പോൾ അതിന്റെ കൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു ഒഴുകിപ്പോകുന്ന ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറിക്കഴിഞ്ഞു. അതിൽ നിസാരമായി കാണുന്നതാണ് ചില ആൾക്ക് പുകവലി, ലഹരി ഉപയോഗം, അതേപോലെ തന്നെ പലിശക്ക് പൈസ ബാങ്കിൽ നിന്ന് വാങ്ങുക, അതിന് ജാമ്യം നിൽക്കുക, എന്തെല്ലാം കാര്യങ്ങൾ. ഓൺലൈൻ ബിസിനസ്സുകൾ, അതെങ്ങനെ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, പ്രോഫിറ്റ് ഉണ്ടോ അത് നമ്മൾ ചെയ്യും. ഇങ്ങനെ ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ പോലും എത്രയോ ആളുകൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഷെയർ കൊടുക്കും. ഉദാഹരണം, വളരെ സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ ഈ പള്ളി നിൽക്കുന്നത് പൂച്ചാക്കലങ്ങാടിയിലാണ്, പൂച്ചാക്കൽ ടൗണിലാണ്. കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. സന്ദർഭോചിതമായി പറഞ്ഞു പോവാം. ഒരുപാട് ആളുകൾ ഷെയർ കൊടുക്കും, 5 ലക്ഷം രൂപ കൊടുക്കും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കും. എന്നിട്ട് മാസം നിശ്ചിത തുക കൃത്യമായി ഒരു 10,000 രൂപ, ഒരു 15,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. എന്നിങ്ങനെ പ്രോഫിറ്റ് ഉറപ്പിച്ച് ഒരു നിശ്ചിത തുക എല്ലാ മാസവും തരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബിസിനസ്സിൽ ഷെയർ കൂടുകയാണെങ്കിൽ അത് ഹറാമായ കച്ചവടമാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ബിസിനസ്സിൽ പ്രോഫിറ്റും ഉണ്ട്, ലോസും ഉണ്ട്. പ്രോഫിറ്റിൽ തന്നെ അത് കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. നേരത്തെ തന്നെ ഒരു നിശ്ചിത തുക നമ്മൾ പറഞ്ഞു വെച്ച് അത് വാങ്ങുന്നത് ഹറാമാണ്. മാത്രമല്ല, ഇനി ആ ബിസിനസ് പൊട്ടിപ്പോയാലോ, ആ ബിസിനസ് തകർന്നു പോയി, നഷ്ടത്തിലായി എങ്കിൽ അവന്റെ ക്യാപിറ്റൽ, അവനിട്ട ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം, അവനിട്ട മൂലധനം തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ മാസം മാസം തിരിച്ചു കൊടുക്കുന്ന കാലം അത്രയും ബിസിനസ് പൊട്ടിയാലും ശരി എനിക്ക് എന്റെ ലാഭം കിട്ടണം. ഇതാണ് ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ഷെയറായി ബിസിനസ് ചെയ്യുന്ന രീതി. ഇത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്, ഇത് ഹറാമാണ്, പലിശയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ കച്ചവടത്തിൽ എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കച്ചവടത്തിന്റെ ചരക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതുപോലും എങ്ങനെ വെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ധാന്യം, നല്ല ധാന്യം കൂട്ടി വെച്ചിട്ടുണ്ട്, താഴെയുള്ളത് കുറച്ച് നനഞ്ഞ ധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാന്യത്തിലേക്ക് ഒന്ന് കൈ ഇറക്കി നോക്കി. അപ്പൊ മുകളിൽ ഇരിക്കുന്നത് ഉണങ്ങിയതും കാണാൻ ഭംഗിയുള്ളതാണ്, താഴെ ഇരിക്കുന്നത് നനഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കച്ചവടം ഹറാമാണ്. നോക്കൂ സഹോദരങ്ങളെ, കച്ചവടം ചെയ്യുമ്പോൾ നല്ലത് കാണിച്ചിട്ട് മോശം കച്ചവടം ചെയ്യുന്ന രീതി പോലും ഇസ്ലാം എതിർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രവാചകൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഇത് റസൂലിന് ഇഷ്ടമല്ല, ഇത് റസൂൽ എതിർത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ മൂന്നാമത്തെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ റസൂല് ചെയ്തിട്ടുണ്ടോ, റസൂലിനെ എതിർത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മളൊന്ന് സ്വയം മനസ്സുകൊണ്ട് ആലോചിച്ചു, നമ്മൾ നോക്കിയിട്ടുണ്ടോ? നോക്കണം. അപ്പോഴാണ് നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നവനായി മാറുക. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വിരോധിച്ച കാര്യം മുഴുവൻ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ്. നിങ്ങളോട് ഞാൻ കൽപ്പിച്ച കാര്യം നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യാം. ചിലപ്പോൾ പ്രവാചകൻ സദസ്യം കൽപ്പിച്ച് എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ പ്രവാചകൻ വിരോധിച്ചതോ അതെല്ലാം ഒഴിവാക്കണം. അപ്പൊ വിരോധിച്ച കാര്യം മുഴുവനായി ഒഴിവാക്കണം, കൽപ്പിച്ച കാര്യം നമ്മുടെ കഴിവിന്റെ മാക്സിമം നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്റെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ, സ്വഹാബത്ത് സത്യപ്പെടുത്തിയതുപോലെ, സ്വഹാബത്ത് അനുസരിച്ചതുപോലെ, സ്വഹാബത്ത് ജീവിതത്തിൽ നിന്ന് പ്രവാചകൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതുപോലെ പ്രവാചകനെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു.
അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഷഹാദത്ത് കലിമയുടെ സാക്ഷ്യം അത് എങ്ങനെയാകണമെന്നാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അതിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാമത്തേത് അനുസരണമാണ്, രണ്ടാമത്തേത് സത്യപ്പെടുത്തലാണ്, മൂന്നാമത്തേത് റസൂല് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ്. 4ാമത്തെ കാര്യം അല്ലാ യുഅ്ബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ. അല്ലാഹു മതത്തിൽ നിയമമാക്കി തന്ന ശറഅാക്കിയത് അനുസരിച്ച് വേണം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. സ്വന്തമായി നമുക്ക് മതത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം 2 റക്അത്താണ് സുബ്ഹി. ഒരാൾ വിചാരിക്കുകയാണ് സുബ്ഹി ഇത്ര കഷ്ടപ്പെട്ട് പള്ളിയിൽ വന്നിട്ട് 2 റക്അത്തോ അതൊരു 4 റക്അത്ത് നിസ്കരിക്കാം എന്നൊരാൾ വിചാരിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ പറയും, നമ്മുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് നമ്മൾ പറയും അത് പറ്റൂല, സുബ്ഹി 2 പറ്റുള്ളൂ. പക്ഷെ അയാൾ വാദിക്കുകയാണ്, ഞാനൊരു 4 നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? കാരണം 4 നിസ്കരിച്ചാൽ 4 സുജൂദ് എക്സ്ട്രാ ചെയ്യാനുണ്ടല്ലോ, അത് അല്ലാഹുവിന് വേണ്ടിയല്ലേ. 4 നിസ്കരിച്ചാൽ അതിൽ 2 റുക്കൂ കൂടി കൂടുതൽ കിട്ടുമല്ലോ, 2 ഫാത്തിഹ കൂടുതൽ കിട്ടും. അപ്പൊ കൂടുതലല്ലേ ചെയ്യുന്നത്, അത് നല്ലതല്ലേ എന്നൊരാൾ വാദിച്ചാലോ അത് നല്ല കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണോ എങ്കിൽ അത് നല്ലതല്ല. അതാണ് പ്രവാചകൻ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നിട്ടില്ലയോ, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ? സഹാബത്ത് പറഞ്ഞു ബല റസൂലേ, താങ്കൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഓർക്കൂ, സ്വഹാബത്തിനെ സാക്ഷി നിർത്തി റസൂൽ ചോദിക്കുക. അപ്പൊ ഒരു നന്മയും, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു നന്മയും അല്ലാഹുവിന്റെ റസൂൽ വിട്ടുപോയിട്ടില്ല, മറന്നുപോയിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ദീനിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം. നമുക്കൊരു പ്രത്യേക ദിക്ർ ഉണ്ടാക്കാൻ പറ്റൂല, നമുക്കൊരു പ്രത്യേക ആരാധനാ കർമ്മം ഉണ്ടാക്കാൻ പറ്റൂല. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ, നമ്മളൊരു കച്ചവട സ്ഥാപനം നടത്തുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ട് പറയണം നീ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ അനുവാദം ഇല്ലാതെ കയറി പ്രവർത്തിച്ചാലോ നമുക്ക് ഇഷ്ടപ്പെടുവോ? കാരണം നമ്മുടെ സ്വത്താണ്, നമ്മൾ അധ്വാനിച്ചതാണ്. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിൻ്റെതാണ്. അത് ഒരാൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പറ്റൂല. നോക്കൂ, ഈ റബീഉൽ അവ്വൽ മാസം ഏറ്റവും കൂടുതൽ പ്രവാചക സ്നേഹം കേൾക്കുന്ന ഒരു മാസമാണ്. യഥാർത്ഥത്തിൽ 365 ദിവസവും പ്രവാചക സ്നേഹം ഉണ്ടാകണം. പക്ഷെ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക പ്രവാചക സ്നേഹം നമ്മുടെ നാടുകളിൽ ഉണ്ട്. അതാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷമായി ഇന്ന് കൊണ്ടു നടക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാണ് ലോകത്ത്? നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ. പ്രവാചകനെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, പ്രവാചകനോടൊപ്പം ജീവിച്ച്, പ്രവാചകനോടൊപ്പം ഉറങ്ങി, പ്രവാചകനോടൊപ്പം യാത്ര ചെയ്ത്, പ്രവാചകന്റെ ജീവിതത്തെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിച്ച് സത്യപ്പെടുത്തിയ സ്വഹാബത്താണ് പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. നോക്കൂ, പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പുരുഷന്മാരിൽ 1ാമത്തെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. സ്വഹാബികളിൽ 1ാമത്തെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം ഹിജ്റ പോവാണ്. ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയണം, അബൂബക്കറെ, താങ്കളെ എന്നോടൊപ്പം ഹിജ്റ പോകാൻ വേണ്ടി ഞാൻ താങ്കളെ നിയമിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കളെ സെലക്ട് ചെയ്യാം. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു വന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മകൾ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് എന്റെ വാപ്പയോളം പൊട്ടിക്കരഞ്ഞൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്രക്ക് സന്തോഷമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഹിജ്റ പോകാൻ റസൂൽ എന്നെയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് 2 ഒട്ടകങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ 2 ഒട്ടകങ്ങളെ തയ്യാറാക്കി വെച്ചു എന്നാണ്. റസൂലിനോട് പറഞ്ഞു, റസൂൽ ഇതിലൊരു ഒട്ടകം താങ്കൾക്കാണ്, ഇതിലൊരു ഒട്ടകം എനിക്കാണ്. റസൂൽ പറഞ്ഞു, വെറുതെ വേണ്ട, ബിസ്തമൻ, കാശ് തരാം. അബൂബക്കർ അത് വെറുതെ വേണ്ട, കാശ് തരാം. റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാശ് കൊടുക്കാണ്. എന്നിട്ട് റസൂൽ ഒരു ഒട്ടകത്തെ വാങ്ങുകയാണ്. അവർ ഭക്ഷണങ്ങളും വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയെന്നാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ ധീരയായ വനിതയാണ്. 3 ദിവസം പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹിറാ ഗുഹയിൽ തൗർ ഗുഹയിൽ താമസിച്ചപ്പോൾ ആ വിവരം ഒരു മനുഷ്യനും അറിയാത്ത രൂപത്തിൽ രഹസ്യമാക്കി വെച്ച് 3 രാത്രികളിൽ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത അസ്മാ റളിയല്ലാഹു അൻഹ. അബൂജഹലി അസ്മയുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അസ്മ നിന്റെ വാപ്പ എവിടെ? അപ്പൊ അസ്മാ റളിയല്ലാഹു പറഞ്ഞു, എനിക്കറിയില്ല. അബൂജഹലി ശക്തമായ ഒരു ഇടി അസ്മാ റളിയല്ലാഹുവിന്റെ കവിളത്ത് കൊടുത്തു എന്നാണ് അസ്മാ റളിയല്ലാഹു പറയുന്നുണ്ട്. ആ ഇടിയിൽ എന്റെ കാതിലെ കമ്മല് തെറിച്ചു പോയി എന്നാണ്. എന്നിട്ടും ഞാൻ പറഞ്ഞു കൊടുത്തില്ല അള്ളാഹുവിന്റെ റസൂലും എന്റെ വാപ്പയും എവിടെയാണെന്ന്. നോക്കൂ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയോടൊപ്പം ഹിജ്റ പോകുമ്പോൾ തൗർ ഗുഹയിലേക്ക് ആദ്യം ഇറങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ്. എന്റെ റസൂലോട് പറഞ്ഞു, റസൂലൂടെ നിൽക്ക്, ആ ഗുഹക്കുള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ ആദ്യം പരിശോധിക്കട്ടെ, എന്നിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ല, സേഫ് ആണെങ്കിൽ റസൂലിനെ ഇറക്കാം. നോക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്നേഹിച്ചതിന്റെ രൂപമാണ്. അവിടെ ഒന്നുമില്ല എന്ന് കണ്ടു, റസൂലിനെ ഇറക്കി. അതിനുശേഷം അവിടെ നിന്ന് യാത്ര പോവാൻ. ഇടക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലിന്റെ മുന്നിലേക്ക് നടക്കും, ഇടക്ക് ബാക്കിലേക്ക് വരും, ഇടക്ക് വലതുവശത്തേക്ക് പോകും, ഇടക്ക് ഇടതുവശത്തേക്ക് പോകും. റസൂൽ ചോദിച്ചു, അബൂബക്കറെ, താങ്കൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിക്കുകയാണോ? അതേ റസൂലെ. കുറച്ച് കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ടെൻഷൻ ആവും. ആരെങ്കിലും വലതു ഭാഗത്ത് നിന്ന് വരുമോ, ആരെങ്കിലും ഇടതു ഭാഗത്ത് നിന്ന് വരുമോ? ഓരോ ഭാഗത്തും സമയത്തിനനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മാറിക്കൊണ്ടിരിക്കുകയാണ് റസൂലിനെ സംരക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ ശരീരത്തെയും റസൂൽ എന്ന വ്യക്തിയെയും ഇത്രമാത്രം സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു റബീഉൽ അവ്വൽ 12-ന് നബിദിനം ആഘോഷിച്ച ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയെങ്കിലും ഒരു അരക്കഷ്ണം പാരഗ്രാഫ് നമുക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, റബീഉൽ അവ്വൽ 12 വരുമ്പോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷമായി നമുക്ക് കൊണ്ടാടണമെങ്കിൽ അതിൽ ഇസ്ലാമിൽ തെളിവ് വേണം. പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാളിന് തെളിവുണ്ട്, വലിയ പെരുന്നാളിന് തെളിവുണ്ട്. പക്ഷേ മൗലിദ് ആഘോഷിക്കാൻ, നബിദിനം ആഘോഷിക്കാൻ തെളിവില്ല. എന്തുകൊണ്ട്? അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട്. നമുക്കറിയാലോ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ: ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന മദ്ഹബാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്തുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന്റെ ഫർളുണ്ട്, ബലി പെരുന്നാളിന്റെ സുന്നത്തുണ്ട്, ബലി പെരുന്നാളിന്റെ ഫർളുണ്ട്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കിതാബിൽ ജന്മദിനം ആഘോഷിക്കാനുള്ള സുന്നത്തോ ഫർളോ മുസ്തഹബോ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ലോകത്തൊരു മനുഷ്യന് കാണിച്ചു തരാൻ പറ്റൂല. കാരണം 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആഘോഷമാണ് മൗലിദ് ആഘോഷം, ജന്മദിനാഘോഷം. അത് നമ്മൾ ആഘോഷിച്ചിട്ട് നമ്മുടെ പ്രവാചക സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കപടതയാണ്, അത് നിഫാഖാണ്. അതുവരെ സുബ്ഹിക്ക് പള്ളി ജമാഅത്തിൽ കാണാത്ത ഒരാള്, കൃത്യമായി പള്ളിയിൽ ജമാഅത്തിനെത്താത്ത ഒരാള്, അന്നത്തെ ഒരു ദിവസം പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു ആഘോഷം അതിൽ മുന്നിലുണ്ടാവും. ഞങ്ങൾ അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കും, ഞങ്ങളുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു, അവര് പോകാത്തൊരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. നമ്മുടെ നാട്ടിലെ കുറെ തങ്ങന്മാരുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, അവർ ആ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സ്വർഗം വേണ്ടാന്ന്. സഹോദരങ്ങളെ, അങ്ങനെ ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നബി പഠിപ്പിച്ചതാകണം ആ അമൽ. നമ്മൾ ആലോചിക്കും, ഈ ജന്മദിനാഘോഷം ആദ്യമായി ലോകത്ത് നടപ്പിലാക്കിയ വിഭാഗമാരാണ്? ഷിയാക്കളിലെ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഷിയാക്കളിൽ ഒരുപാട് വിഭാഗമുണ്ട്, വലിയൊരു വിഭാഗം ഫാത്തിമിയാക്കൾ. അവരാണ് ആദ്യമായി ജന്മദിനം കൊണ്ടാടുന്നത്. അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്മാർക്കും ഇത് പരിചയമില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നാളെ പരലോകത്ത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം, നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചവർ ഒരു വിഭാഗത്തും, ജന്മദിനം ആഘോഷിക്കാത്തവർ ഒരു വിഭാഗത്തും ഒരുമിച്ച് കൂട്ടുക. ഇന്ന് അങ്ങനെയാണല്ലോ, ജന്മദിനം ആഘോഷിക്കാത്തവർ പുത്തംവാദികളാണ്, ജന്മദിനം ആഘോഷിക്കാത്തവർ അവരെ ഇസ്ലാമിനോട് വെറുപ്പുള്ളവർ, പ്രവാചകനെ സ്നേഹിക്കാത്തവർ എന്നാണ് പറയുന്നത്. ആലോചിക്കണം നമ്മൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് ജന്മദിനം ആഘോഷിച്ച ഒരു വിഭാഗം ഒരു ഭാഗത്ത്, ജന്മദിനം ആഘോഷിക്കാത്തൊരു വിഭാഗം ഒരു ഭാഗത്ത്. അപ്പൊ ജന്മദിനം ആഘോഷിക്കാത്തവരുടെ വിഭാഗത്തിൽ ആരുണ്ടാവും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടാവും, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഉണ്ടാവും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടാവും, അലി ഇബ്നു അബീ താലിബ് ഉണ്ടാവും. ജന്മദിനം ആഘോഷിക്കാത്തവരുടെ കൂട്ടത്തിൽ റസൂലിന്റെ 11 ഭാര്യമാരുണ്ടാകും, പ്രവാചകന്റെ 7 മക്കളുണ്ടാകും. ആലോചിക്കണം നമ്മള്, സ്വഹാബത്ത് മുഴുവൻ
ജന്മദിനം ആഘോഷിക്കാത്തവരുടെ കൂട്ടത്തിൽ. ആരാണവർ? റളിയല്ലാഹു അൻഹും. ഇനി ജന്മദിനം ആഘോഷിച്ചവരെ എടുത്തു നോക്കൂ നമ്മൾ. അത് ഷിയാക്കളിലെ ഫാത്തിമിയാക്കൾ. അവരെ അന്ധമായി പിൻപറ്റിയ ഒരു സമൂഹം. അപ്പൊ ആർക്കാണ് നാളെ പിൻബലം ഉണ്ടാവുക? പ്രമാണത്തിന്റെ പിൻബലം, ഖുർആനിന്റെ പിൻബലം, ഹദീസിന്റെ പിൻബലം, സ്വഹാബത്തിന്റെ പിൻബലം. ഇത് മുഴുവൻ ആ ജന്മദിനാഘോഷം ആഘോഷിക്കാത്തവർക്കായിരിക്കും. കാരണം അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ലളിതമാണ്. സാധാരണക്കാരന്റെ ഒരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതേ അള്ളാഹു നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അറിയിച്ചു തന്നിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. അള്ളാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? വഖാല റസൂലുള്ളാഹ്, എന്താണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്? വഖാല സഹാബ, അത് ഫസ്റ്റ് പഠിച്ചെടുത്ത ഓഡിയൻസ്, ഫസ്റ്റ് പ്രൈമറി സ്റ്റുഡന്റ് സഹാബത്ത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? ഇതാണ് അള്ളാഹുവിന്റെ ദീൻ, ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതല്ലാതെ പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റബീഉൽ അവ്വൽ 12 വരുമ്പോഴേക്കും എല്ലാവരും അന്ന് പള്ളികൾ അലങ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം. മലപ്പുറത്തേക്കൊക്കെ പോയപ്പോ പല പള്ളികളും ലൈറ്റ് ഇട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉമ്മത്ത് ജൂതനസാറാക്കളെ ചാണിനി ചാണായി മുഴച്ചിന് മുഴമായി ഒരു ഉടുമ്പതിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അതുപോലെ എന്റെ ഉമ്മത്ത് അവരെ പിന്തുടരുമെന്നാണ്. ക്രിസ്ത്യാനികൾ പള്ളികൾ ക്രിസ്മസിന് അലങ്കരിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ ഇന്ന് പള്ളികൾ അലങ്കരിക്കുകയാണ്. ഒറ്റ കുറവേ ഉള്ളൂ, ഒരു കുരിശിന്റെയും ഒരു സ്റ്റാറിന്റെയും. ബാക്കിയെല്ലാം സമാനമാണ്, ബാക്കിയെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഒരുപോലെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 12 ജന്മദിനം ആഘോഷിക്കണമെന്ന് പറയുന്നവരുടെ പള്ളികളിൽ 4 ഖുതുബ ഉണ്ടാവുമല്ലോ, കുറഞ്ഞത് ഒരു മാസം 4 ഖുതുബ. ആ ഖുതുബ മിമ്പറിൽ നിന്ന് പറയുന്നത് നുബാത്തുൽ മിസ്രിയുടെ നുബാത്തിയ ഖുതുബയാണ്. മിസ്രിയായ നുബാത്തുൽ മിസ്രി അദ്ദേഹം ഒരു വർഷത്തേക്കുള്ള ഖുതുബ റെഡിയാക്കിയിട്ടുണ്ട്. അതൊരു കിതാബിലാക്കിയിട്ടുണ്ട്. അതിലെ റബീഉൽ അവ്വൽ 12 4 ആഴ്ച, ഈ 4 ആഴ്ച പള്ളി മിമ്പറിൽ നിന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയാണ്. മിമ്പറിൽ നിന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടതിനെ അങ്ങേയറ്റം വികാരഭരിതമായി, അതിന്റെ അർത്ഥം നമ്മൾ വായിച്ച കരഞ്ഞു പോകും. അത്രയും വികാരഭരിതമായി മിമ്പറിൽ നിന്ന് റസൂലിന്റെ മരണത്തെപ്പറ്റി റബീഉൽ അവ്വലിലെ 4 ഖുതുബയും വിവരിച്ചിട്ട് താഴെ ഇറങ്ങിയിട്ട് ജന്മദിനം ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോ എന്തുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തിൽ 4 വെള്ളിയാഴ്ചയിൽ നബിയുടെ മരണത്തെ പറ്റി പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12 ആണെന്നാണ് മഹാഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. പക്ഷെ റസൂലിന്റെ ജന്മദിനമോ അതിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. മാസം തന്നെ വ്യത്യസ്തമാണെന്ന് അഭിപ്രായമുണ്ട്. റമദാനിലാണെന്ന് അഭിപ്രായമുണ്ട്, സഫറിലാണെന്ന് അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വലിലാണെന്ന് അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 12 തന്നെ തീരുമാനമായിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇത്രയേറെ വ്യക്തതയില്ലാത്തൊരു കാര്യത്തെ നമ്മൾ പിൻപറ്റണം. ഒരിക്കലും, ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ കൂടികളാകരുത്. ഒരിക്കലും നമ്മൾ കാറ്റിനൊത്ത് പറക്കുന്നവരാകരുത്. സമൂഹം ഒരു ഒഴുക്കിലാണെങ്കിൽ, അത് അസത്യത്തിന്റെ ഒഴുക്കാണെങ്കിൽ അതിനെതിരെ സത്യത്തിന്റെ ഒരു ഒഴുക്ക് നമുക്ക് തിരിച്ചൊഴുകാൻ കഴിയണം. ഒഴുക്കിനൊത്തൊഴുകി പോകുന്നവരാകരുത് നമ്മൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും സഹാബത്തിന്റെ മാർഗവും പിന്തുടരുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘടനാ പക്ഷപാതിത്വങ്ങളും പ്രാസ്ഥാനിക പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് സത്യത്തെ കണ്ടെത്താനും അത് നിഷ്പക്ഷമായി ഉൾക്കൊള്ളാനുമുള്ള വിശാലമായ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, പ്രവാചകന്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ മാറ്റിക്കൊണ്ട്, അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടും പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടും പ്രവാചകനെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നമ്മൾ പിരിക്കുന്ന ഒരു ദഅവ ഫണ്ടാണ് ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മൾ കളക്ട് ചെയ്യുന്നത്. എല്ലാ ആളുകളും പരമാവധി അതിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് അറിയിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളും മറ്റ് ദഅവ പ്രവർത്തനങ്ങളൊക്കെ വെള്ളിയാഴ്ചയിൽ, മാസത്തിൽ ഒരു വെള്ളിയാഴ്ച നമ്മൾ പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സംഭാവനകളും
സ്വതക്കകളും നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു ഇരുത്തവും സമയവും ഈ ജുമഅയും മീസാനിൽ കനം തൂങ്ങുന്ന ഒരു നന്മയായി മലക്കുകൾ നമ്മുടെ കർമ്മത്തിന്റെ രേഖയിൽ രേഖപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.